ഇത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കല്ലുപ്പാണ്, സ്പ്രിങ്കിളിൻ്റെ ആണ്. എന്നാൽ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബിയിൽ നമ്മൾ പല കാര്യങ്ങൾക്കും സോൾട്ട് യൂസ് ചെയ്യാറുണ്ട്. മീനുകൾക്ക് അസുഖം വരുമ്പോൾ ട്രീറ്റ് ചെയ്യാനും അതുപോലെ പ്രിവെൻഷനായിട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ പല ആൾക്കാർക്കുള്ളൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അയോഡിൻ ഉള്ളത് കൊണ്ട് ഇത് മീനുകൾക്ക് സേഫ് ആണോ എന്നുള്ളതാണ്. ഈ ഒരു സോൾട്ട് എന്ന് പറയുന്നത് സീ സോൾട്ടാണ്. അത് കടൽ വെള്ളത്തിൽ നിന്നാണ് ഈ ഒരു ഉപ്പ് എടുക്കുന്നത്. നാച്ചുറലായിട്ടും ചെറിയ രീതിയിലുള്ള ട്രേസ് മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ അയോഡിൻ തന്നെ ചെറിയ അളവിൽ ഇതിനകത്ത് ഓൾറെഡി ഉണ്ടായിരിക്കും. പക്ഷേ ഈ അയോഡൈസ്ഡ് സാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഈ അയോഡിൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു പ്യുവർ സോഡിയം ക്ലോറൈഡ് അല്ല. അതിൻ്റെ കൂടെ ട്രേസ് മിനറൽസ് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കാൽഷ്യം, മെഗ്നീഷ്യം, അതുപോലെ തന്നെ അയോഡിൻ അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീനുകൾക്ക് സേഫ് ആണോ? തീർച്ചയായിട്ടും ഇത് മീനുകൾക്ക് സേഫ് തന്നെയാണ്. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ട്രേസ് മിനറൽസ് ആയിട്ട് വന്നിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് മുകളിൽ കണ്ടില്ല, ആ ഒരു വൈറ്റ് ലേബലിനകത്ത് അവർ എഴുതിയിട്ടുണ്ട്. അത് വളരെ ചെറിയ അളവിലാണ് ഇതിനകത്ത് ഉള്ളത്. അത് വല്ലാതെ കൂടി പോകുമ്പോഴൊക്കെയാണ് മീനുകൾക്ക് ടോക്സിക്കായി വരുന്നത് അല്ലെങ്കിൽ പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള അയോഡിൻ അതും ഒരു സേഫ് ലെവൽ തന്നെയാണ്. അതായത് 100 ഗ്രാം ഉപ്പിന് 1.5 mg അയോഡിനാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. അതായത് ഈ കാണുന്ന 1 കിലോ ഉപ്പിനകത്ത് വരുന്നത് ടോട്ടൽ 15 mg അയോഡിനാണ്. അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അയോഡിൻ്റെ കണ്ടൻറ്റ് മീനുകൾക്ക് ടോക്സിക് ആണോ അല്ലെങ്കിൽ സേഫ് ആണോ എന്നുള്ളത്. ഇത് 100% സേഫ് ആയിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് ഈ ഒരു അയോഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ ലോ ആണ്. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, പൊട്ടാസ്യം അയോഡേറ്റ് എന്ന് പറയുന്ന ഫോമിലാണ് അയോഡിൻ ഇതിനകത്ത് ഉള്ളത്. പിന്നെ ppm എന്ന് പറയുന്ന യൂണിറ്റ്, പാർട്സ് പെർ മില്യൺ, അതിലും എഴുതിയിട്ടുണ്ട്. കണ്ടില്ല, അയോഡിൻ കണ്ടന്റ് 15 to 30 എന്ന് എഴുതിയിട്ടുണ്ട്. ഈസി ആയിട്ട് മനസ്സിലാവാനായിട്ട് നമുക്ക് ആ ഒരു mg കണക്ക് നോക്കാം. അത് താഴെ എഴുതിയിട്ടുണ്ട്. അതായത് 100 ഗ്രാം ഈ ഒരു ഉപ്പിനകത്ത് അടങ്ങിയിട്ടുള്ളത് 1.5 mg അയോഡിൻ ആണ്. ദേ ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയോഡിൻ്റെ ഈ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മീനുകൾക്ക് സേഫ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു, മീനുകൾക്ക് യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല. അതുപോലെ പല ആൾക്കാരും ഈ ഒരു അക്വേറിയം ഹോബിയിൽ ഈ ഒരു കല്ലുപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂ വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. മാത്രമല്ല ഈ ഒരു സീ സോൾട്ടാണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി വേറെ സോൾട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അക്വേറിയം സോൾട്ട് എന്ന് പറഞ്ഞിട്ട് അക്വേറിയം ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഈ അയോഡിനും ട്രേസ് മിനറൽസ് ഒന്നും ഉണ്ടായിരിക്കില്ല. കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് ആണ്, പ്യൂരിഫൈഡ് ആണ്. അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നതും സീ വാട്ടർ തന്നെയാണ്. കടൽ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആ ഒരു സോൾട്ടും എടുക്കുന്നത്. ഏറ്റവും സേഫസ്റ്റ് ആയിട്ട് പറയുന്നത് ഈ ഒരു അക്വേറിയം സോൾട്ടാണ്. ഇനി വരുന്നത് റോക്ക് സാൾട്ട് ആണ്. ഇന്ദുപ്പ് എന്നാണ് പറയാറുള്ളത്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് റോക്സ് ആണ്, അതായത് കല്ലുകൾ, പാറകളൊക്കെയാണ്. ഇതിനകത്തും ട്രേസ് മിനറൽസ് ഉണ്ടാവാറുണ്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. പിന്നെ അയോഡിൻ ആഡ് ചെയ്തും ആഡ് ചെയ്യാതെയും വരുന്നുണ്ട്. പക്ഷേ അതും സേഫ് കോൺസെൻട്രേഷൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അക്വേറിയം സോൾട്ട് അല്ലാതെ നിങ്ങൾ സീ സോൾട്ടോ റോക്ക് സോൾട്ടോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഈ ഒരു അയോഡിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ അളവ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് സേഫ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫിഷ് ടാങ്കുകളിൽ യൂസ് ചെയ്യാം. എല്ലാം ബേസിക്കലി സോഡിയം ക്ലോറൈഡ് തന്നെയാണ്.